Hello everyone, welcome to my channel. Today I am going to teach you expansions. Expansions 9th standard ICSE okay. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഐഡൻറ്റിറ്റീസ് സോൾവ് ചെയ്യുന്നത്, ഐഡൻറ്റിറ്റീസ് എങ്ങനെയാണ് ഇതാക്കുന്നത് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഐഡൻറ്റിറ്റീസ് നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇവാലുവേറ്റ് a plus 2b ഹോൾ സ്ക്വയർ. അതെങ്ങനെയാണ് ഇതാക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ എ പ്ലസ് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്കറിയാം. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് എ പ്ലസ് 2b ഹോൾ സ്ക്വയർ. എങ്ങനെയാണെന്ന് ഇവിടെ നമുക്കറിയാം എക്ക് പകരം എന്താണ് ഇവിടെ എ തന്നെയാണ്. അപ്പോൾ നമ്മൾ എ സ്ക്വയർ കൊടുത്തു പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബിക്ക് പകരം ഇവിടെ 2b ആണുള്ളത്. അതുപോലെ നമ്മൾ 2b കൊടുത്തു, ബി സ്ക്വയറിന് പകരം 2b ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4ab പ്ലസ് 4b സ്ക്വയർ എന്ന് വന്നു. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് ഇവാലുവേറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2a മൈനസ് 3b ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതും നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ എ സ്ക്വയറിന് പകരം 2a ആണുള്ളത്. 2a ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2a ഇൻറ്റു എന്താണ് ബിക്ക് പകരം 3b പ്ലസ് എന്താണ് 3b ഹോൾ സ്ക്വയർ എന്ന് വരും. അത് ഈക്വൽ ടു എന്ത് വരും, 2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 12 മൈനസ് 12ab പ്ലസ് 3b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9b സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തേൽ നമ്മൾ പറയുന്നത് ഈഫ് a പ്ലസ് ബി ഈക്വൽ ടു 9 ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് 22 എന്നാണ്. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഫൈൻഡ് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ മൈനസ് ബി കാണണം, ആൻഡ് എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും കാണണം. അപ്പം നമ്മൾ ആദ്യത്തെ എടുക്കുകയാണ്, എ മൈനസ് ബി ആണ് നമുക്ക് കാണേണ്ടത്. ഈ എ മൈനസ് ബി നമുക്ക് കാണണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, എ പ്ലസ് ബി തന്നിട്ടുണ്ട്, എ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അറിയാം, നമുക്കൊരു ഫോർമുല അറിയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് 4ab ആണെന്ന് നമുക്കറിയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4ab ആണ്. അപ്പം നമുക്ക് തന്ന കാര്യങ്ങളെല്ലാം നമ്മളിതിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, എ മൈനസ് ബി ആണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab, അതായത് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണ്, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 9 ആണെന്ന് തന്നിട്ടുണ്ട്. 9 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് 22 ആണ്. മൈനസ് 4 ഇൻറ്റു മൈനസ് 22 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 81 പ്ലസ് 88 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 169 എന്ന് വന്നു. അപ്പം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് നമുക്ക് 169 കിട്ടി. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 169. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, പ്ലസ് ഓർ മൈനസ് 13. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. നമ്മൾ വേറെ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇതിനെന്ത് കൊടുക്കാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എ പ്ലസ് ബി എന്താണെന്ന് തന്നിട്ടുണ്ട്, നമുക്കിവിടെ തന്നിട്ടുണ്ട് 9 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 81 എന്ന് കിട്ടി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്താക്കി മാറ്റിയതാ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 81 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇതിനെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 81 എഴുതി.
അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ് 80. ഈ 2 എ ബി എന്ന് പറയുമ്പോൾ എന്താണ് 2 പ്ലസ് എന്താണ് 2 ഇൻറ്റു മൈനസ് 22 ആണ് അല്ലേ, അത് നമുക്ക് തന്നതാണ്. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു എന്താണ് എ ബി ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എന്തെന്ന് എവിടെ പോയി എ ബി ഈക്വൽ ടു -22 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് -22 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 81 എന്ന് എഴുതി. അപ്പം നമുക്ക് ഇതിനെ മാറ്റിയിട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇതിന് -22 44 എന്ന് വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 81 പ്ലസ് 44 എന്നല്ലേ വരിക. അപ്പോൾ ഇത് ഈക്വൽ ടു എന്ത് വരും 125 എന്ന് വരും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് 125 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയുകയാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് ഓൾറെഡി 125 ആണ് കിട്ടിയിട്ടുണ്ട്. -2 ഇൻറ്റു -22 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 169 ആണ്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ഈക്വൽ ടു എന്ത് വരും +or-√169. ദാറ്റ് ഈസ് ഈക്വൽ ടു +or-13 എന്ന്. രണ്ടും ആൻസർ ഒരേ തന്നെ. നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ആ മെത്തേഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കാണണം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെന്ന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്നറിയാലോ, അത് ഫോർമുലയാണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, എ പ്ലസ് ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് എ പ്ലസ് ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9 ആണെന്ന്. 9 ഇൻറ്റു എന്ത് വരും 9 ഇൻറ്റു എ മൈനസ് ബി നമ്മൾ കണ്ടുപിടിച്ചു എന്തെന്ന് 13 ആണ്. +or-13 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുക +or-117 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചെറിയ വീഡിയോസ് ആയിട്ടിടാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.